അസ്സലാമു അലൈക്കും. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വിഷയം അജ്നാസുസ്സുഗ്റായിലെ തെരഞ്ഞെടുക്കപ്പെട്ട ഫിഅലുകളും അവയുടെ അർത്ഥങ്ങളും അവയുമായി ബന്ധപ്പെട്ട പ്രയോഗങ്ങളും. പഠന ക്ലാസ് 2. അജ്നാസുസ്സുഗ്റായിൽ 5-ാം ബാബ് തഫഅല യതഫഅലു എന്നതാണല്ലോ. ഫഅല വസ്നിലുള്ള ഫിഅലിന്റെ വിധേയത്വം സൂചിപ്പിക്കാൻ വേണ്ടി ചില ഫിഅലുകളെ തഫഅല വസ്നിലേക്കും ചില ഫിഅലുകളെ ഇൻഫഅല വസ്നിലേക്കും മാറ്റാറുണ്ട്. ഫഅല വസ്നിലുള്ള കസ്റ എന്ന ഫിഅലിനെ വിധേയത്വം സൂചിപ്പിക്കാൻ വേണ്ടി തഫഅല വസ്നിലേക്കു മാറ്റി തകസ്സറ എന്നാക്കി. കസ്സറ എന്ന ഫിഅലിന്റെയും തകസ്സറ എന്ന ഫിഅലിന്റെയും അർത്ഥങ്ങൾ താരതമ്യം ചെയ്താൽ ഇക്കാര്യം ബോധ്യപ്പെടും. ഫഅല വസ്നിലുള്ള കസ്സറ തഫഅല വസ്നിലുള്ള തകസ്സറ എന്നിവ താരതമ്യം ചെയ്ത് അവതരിപ്പിക്കാം. നന്നായി ശ്രദ്ധിക്കണം. നിങ്ങൾ നോട്ട്ബുക്കിൽ എഴുതി വെക്കണം. കസ്സറ അവൻ പൊട്ടിച്ചു. തകസ്സറ അത് പൊട്ടി. കസ്സർത്തുഹു ഞാനത് പൊട്ടിച്ചു. ഫതകസ്സറ അപ്പോൾ അത് പൊട്ടി. കസ്സർത്തുഹു ഫതകസ്സറ ഞാനത് പൊട്ടിച്ചപ്പോൾ അത് പൊട്ടി. കസ്സറ അവൻ ശിഥിലമാക്കി. തകസ്സറ അത് ശിഥിലമായി. കസ്സർത്തുഹു ഞാനത് ശിഥിലമാക്കി. ഫതകസ്സറ അപ്പോൾ അത് ശിഥിലമായി. കസ്സർത്തുഹു ഫതകസ്സറ ഞാനത് ശിഥിലമാക്കിയപ്പോൾ അത് ശിഥിലമായി. കസ്സറ അവൻ തകർത്തു. തകസ്സറ അത് തകർന്നു. കസ്സർത്തുഹു ഞാനത് തകർത്തു. ഫതകസ്സറ അപ്പോൾ അത് തകർന്നു. കസ്സർത്തുഹു ഫതകസ്സറ ഞാനത് തകർത്തപ്പോൾ അത് തകർന്നു.
കസ്സറ അവൻ ഉടച്ചു. തകസ്സറ അത് ഉടഞ്ഞു. കസ്സർത്തുഹു ഞാനത് ഉടച്ചു. ഫതകസ്സറ അപ്പോൾ അത് ഉടഞ്ഞു. കസ്സർത്തുഹു ഫതകസ്സറ ഞാനത് ഉടച്ചപ്പോൾ അത് ഉടഞ്ഞു. കസ്സറ അവൻ തവിടുപൊടിയാക്കി. തകസ്സറ അത് തവിടുപൊടിയായി. കസ്സർത്തുഹു ഞാനത് തവിടുപൊടിയാക്കി. ഫതകസ്സറ അപ്പോൾ അത് തവിടുപൊടിയായി. കസ്സർത്തുഹു ഫതകസ്സറ ഞാനത് തവിടുപൊടിയാക്കിയപ്പോൾ അത് തവിടുപൊടിയായി. കസ്സറ അവൻ കഷണമാക്കി നുറുക്കി. തകസ്സറ അത് കഷണമായി നുറുങ്ങി. കസ്സർത്തുഹു ഞാനത് കഷണമാക്കി നുറുക്കി. ഫതകസ്സറ അപ്പോൾ അത് കഷണമായി നുറുങ്ങി. കസ്സർത്തുഹു ഫതകസ്സറ ഞാനത് കഷണമാക്കി നുറുക്കിയപ്പോൾ അത് കഷണമായി നുറുങ്ങി. ഇപ്പോൾ ഫഅല വസ്നിലുള്ള കസ്സറ എന്നതിനെ തഫഅല വസ്നിലുള്ള തകസ്സറ എന്നാക്കി മാറ്റിയപ്പോൾ ഫഅല വസ്നിലുള്ള കസ്സറ എന്ന ഫിഇലിന്റെ വിധേയത്വം സൂചിപ്പിക്കാൻ വേണ്ടി തകസ്സറ എന്ന ഫിഇലിനെ ഉപയോഗിക്കുന്നു എന്ന് ബോധ്യപ്പെട്ടല്ലോ. ഫഅല വസ്നിലുള്ള ഫിഇലിന്റെ വിധേയത്വം സൂചിപ്പിക്കാൻ വേണ്ടി ചില ഫിഇലുകളെ ഇൻഫഅല വസ്നിലേക്കും മാറ്റാറുണ്ടല്ലോ. ഫഅല വസ്നിലുള്ള കസ്സറ എന്ന ഫിഇലിന്റെ വിധേയത്വം സൂചിപ്പിക്കാൻ വേണ്ടി ഇൻഫഅല വസ്നിലേക്ക് മാറ്റി ഇൻകസറ എന്നാക്കി. അപ്പോൾ അർത്ഥങ്ങളിൽ വന്ന മാറ്റങ്ങൾ ശ്രദ്ധിക്കുക. ഫഅല വസ്നിലുള്ള കസ്സറ, ഇൻഫഅല വസ്നിലുള്ള ഇൻകസറ. കസ്സറ അവൻ പൊട്ടിച്ചു. ഇൻകസറ അത് പൊട്ടി. കസ്സർത്തുഹു ഞാനത് പൊട്ടിച്ചു. ഫൻകസറ അപ്പോൾ അത് പൊട്ടി. കസ്സർത്തുഹു ഫൻകസറ ഞാനത് പൊട്ടിച്ചപ്പോൾ അത് പൊട്ടി. കസ്സറ അവൻ ഉടച്ചു. ഇൻകസറ അത് ഉടഞ്ഞു. കസ്സർത്തുഹു ഫൻകസറ കസ്സർത്തുഹു ഞാനത് ഉടച്ചു. ഫൻകസറ അപ്പോൾ അത് ഉടഞ്ഞു.
കസ്സർതുഹു ഫൻകസറ, ഞാനത് ഉടച്ചപ്പോൾ അത് ഉടഞ്ഞു. കസ്സറ, അവൻ ഒടിച്ചു. ഇൻകസറ, അത് ഒടിഞ്ഞു. കസ്സർതുഹു, ഞാനത് ഒടിച്ചു. ഫൻകസറ, അപ്പോൾ അത് ഒടിഞ്ഞു. കസ്സർതുഹു ഫൻകസറ, ഞാനത് ഒടിച്ചപ്പോൾ അത് ഒടിഞ്ഞു. തകസ്സറ എന്നതിൻ്റെ അർത്ഥങ്ങൾ ഏതെല്ലാം ഓർത്തു നോക്കൂ. ഓർമ്മ വരുന്നില്ലേ? എന്നാൽ ഒന്നും കൂടി കേൾക്കണം, എഴുതി വെക്കുന്നതാണ് നല്ലത്. ഇൻകസറ എന്നതിൻ്റെ അർത്ഥങ്ങൾ ഓർത്തു നോക്കൂ. ഓർമ്മ വരുന്നില്ലെങ്കിൽ ഒന്നുകൂടി കേൾക്കണം. തകസ്സറ എന്നതിൻ്റെ ചില അർത്ഥങ്ങൾ ഇൻകസറ എന്നതിനും ഉണ്ടല്ലോ. അവ ഏതെല്ലാം? അത് പൊട്ടി, അത് ഉടഞ്ഞു എന്നിവയാണ്. തകസ്സറ എന്നതിനും ഇൻകസറ എന്നതിനും അത് പൊട്ടി, അത് ഉടഞ്ഞു എന്നീ അർത്ഥങ്ങൾ ഉണ്ട്. തകസ്സറയുടെ ചില അർത്ഥങ്ങൾ ഇൻകസറ എന്നതിനും ഉണ്ട്. ഇൻകസറയുടെ ചില അർത്ഥങ്ങൾ തകസ്സറ എന്നതിനും ഉണ്ട്. തകസ്സറയുടെ എല്ലാ അർത്ഥങ്ങളും ഇൻകസറ എന്നതിന് ഇല്ല. ഇൻകസറയുടെ എല്ലാ അർത്ഥങ്ങളും തകസ്സറ എന്നതിനും ഇല്ല. ഇനി ഇതുമായി ബന്ധപ്പെട്ട് കുറേ കാര്യങ്ങൾ മനസ്സിലാക്കാനുണ്ട്. അവ നന്നായി ശ്രദ്ധിക്കുക. ഇൻകസറ എന്നത് ഇൻഫഅല വസ്നിലുള്ള ഫിഇലാണല്ലോ. അതുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ പറയാം. നമ്മളിപ്പോൾ തഫഅല യതഫഅലു വസ്നിലുള്ള തകസ്സറ എന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് പറയുന്നതെങ്കിലും തകസ്സറ എന്ന ഫിഇലും ഇൻകസറ എന്ന ഫിഇലും ചില കാര്യങ്ങളിൽ ബന്ധങ്ങളുണ്ട്. അതുകൊണ്ടാണ് ഇൻകസറയെ കുറിച്ച് ഇപ്പോൾ പറയുന്നത്. ഇവ താരതമ്യം ചെയ്ത് പഠിക്കൽ അത്യാവശ്യമാണ്. ഇൻകസറ എന്ന ഫിഇലിന് ശേഷം അല എന്ന ഹർഫ് വന്നാൽ എന്തായിരിക്കും അർത്ഥം? ഇൻകസറ എന്ന ഫിഇലിന് ശേഷം ഫി എന്ന ഹർഫ് വന്നാൽ എന്തായിരിക്കും അർത്ഥം? ശ്രദ്ധിക്കുക. ഇൻകസറ അല, അവൻ വ്യാപൃതനായി. ഇൻകസറ ഫി, അവൻ മുഖം കുത്തി വീണു. അത് മുഖം കുത്തി വീണു. ഇൻകസറ ഹാഷിറുൻ അല, ഹാഷിർ വ്യാപൃതനായി. ഇൻകസറ ബഖറുൻ അല, ബഖർ വ്യാപൃതനായി. ഇൻകസറ മുസമ്മിലുൻ ഫി, മുസമ്മിൽ മുഖം കുത്തി വീണു.
ഇൻകസറ ബഖറുൻ ഫീ, ബഖർ മുഖം കുത്തി വീണു. ഇനി ഫഅല യഫ്ഇലു ഫഅലൻ വസ്നിലുള്ള കസറ യക്സിറു കസ്റൻ എന്നിവയെ കുറിച്ച് മനസ്സിലാക്കുക. കസറ യക്സിറു കസ്റൻ. കസറ എന്നതിന് അനേകം അർത്ഥങ്ങളുണ്ട്. കസറ അവൻ പാപ്പരാക്കി, അവൻ തകർത്തു, അവൻ ഉടച്ചു, അവൻ ഒടിച്ചു, അവൻ ലംഘിച്ചു, അവൻ കളങ്കപ്പെടുത്തി, അവൻ ശമിപ്പിച്ചു, അവൻ ചവിട്ടിപ്പൊളിച്ചു, അവൻ തല്ലിപ്പൊളിച്ചു, അവൻ വെട്ടിപ്പൊളിച്ചു, അവൻ പൊട്ടിച്ചു, അവൻ പൊളിച്ചു. തകസ്സറയുടെ അർത്ഥങ്ങളും ഇൻകസറയുടെ അർത്ഥങ്ങളും കസറ എന്നതിൻ്റെ അർത്ഥങ്ങളും കസ്സറ എന്നതിൻ്റെ അർത്ഥങ്ങളും താരതമ്യം ചെയ്ത് പഠിക്കണം. അവയെക്കുറിച്ച് തന്നെ ധാരാളം പഠിക്കാനുണ്ട്. ചില പ്രയോഗങ്ങൾ പറയാം. കസറൽ ഹർഫ, അവൻ അക്ഷരത്തിന് ഇകാര ചിഹ്നം ചേർത്തു. കസറ ഹാഷിറുൻ അൽ ഹർഫ, ഹാഷിർ അക്ഷരത്തിന് ഇകാര ചിഹ്നം ചേർത്തു. കസറ ശിഅറ, അവൻ പദ്യത്തിൽ വൃത്തഭംഗം വരുത്തി. അവൻ പദ്യത്തിൽ യതിഭംഗം വരുത്തി. അവൻ പദ്യത്തിൽ താളവ്യവസ്ഥ തെറ്റിച്ചു. കസറ മുസമ്മിലുൻ അശ്ഇറ, മുസമ്മിൽ പദ്യത്തിൽ വൃത്തഭംഗം വരുത്തി. മുസമ്മിൽ പദ്യത്തിൽ യതിഭംഗം വരുത്തി. മുസമ്മിൽ പദ്യത്തിൽ താളവ്യവസ്ഥ തെറ്റിച്ചു. കസറ ത്വർഫ, അവൻ കണ്ണിറുക്കി. കസറ ജുനൈദുൻ അത്വർഫ, ജുനൈദ് കണ്ണിറുക്കി. കസറഹു അൻ, ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കണം. കസറ എന്നതിൽ ഹുവ എന്ന മുസ്തത്തിറായ ലമീർ ഉണ്ട്. ഹു എന്നത് മഫ്ഊലാണ്. അൻ എന്ന ഹർഫിന് ശേഷം ഒരു ഇസ്മ വരും. കസറഹു അൻ, അവൻ അയാളെ നിരുത്സാഹപ്പെടുത്തി. അവൻ അതിനെ പിന്തിരിച്ചു, അവൻ അതിനെ ഇല്ലാതാക്കി. കസറ മുനീറുൻ സൈദൻ അൻ, മുനീർ സൈദിനെ നിരുത്സാഹപ്പെടുത്തി. മുനീർ അതിനെ ഇല്ലാതാക്കി, മുനീർ അതിനെ പിന്തിരിച്ചു. കസറ യക്സിറു കുസൂറൻ, ഫഅല യഫ്ഇലു ഫുഊലൻ വസ്നിലുള്ള കസറ യക്സിറു കുസൂറൻ എന്നാകുമ്പോൾ അർത്ഥങ്ങൾ ഏതെല്ലാം? ഒരർത്ഥം പറയാം. കസറ ചിറകൊതുക്കി. കസറ ത്വാഇറു, പക്ഷി ചിറകൊതുക്കി. കസറ ഐനഹു, അവൻ നാണം കെടുത്തി, അവൻ ലജ്ജിപ്പിച്ചു. കസറ സൈദുൻ ഐനഹു, സൈദ് നാണം കെടുത്തി, സൈദ് ലജ്ജിപ്പിച്ചു. ഇങ്ങനെ അനേക പ്രയോഗങ്ങൾ ഇനിയും പഠിക്കാനുണ്ട്. അന്വേഷിച്ച് പഠിക്കാൻ തയ്യാറാവണം. ഇനി ഇൻകസറ എന്നതിന് നേരത്തെ പറഞ്ഞ അർത്ഥങ്ങൾക്ക് പുറമെ വേറെയും അർത്ഥങ്ങളുണ്ടോ? ഉണ്ട്.
ഇൻകസറ പരാജിതനായി, ചിലപ്പോൾ പരാജിതരായി എന്ന അർത്ഥത്തിലും ഇൻകസറ എന്ന് ഉപയോഗിക്കും. ഇൻകസറ തോറ്റ് പിന്തിരിഞ്ഞോടി, ഇൻകസറ ചിന്ന ഭിന്നമായി. ഉദാഹരണം പറയാം. ഇൻകസറൽ അസ്കറു, സേന പരാജിതരായി, സൈന്യം പരാജിതരായി, പട്ടാളം പരാജിതരായി, പട പരാജിതരായി. ഇൻകസറൽ അസ്കറു സൈന്യം തോറ്റ് പിന്തിരിഞ്ഞോടി. ഇൻകസറൽ അസ്കറു സൈന്യം ചിന്ന ഭിന്നമായി. അസ്കറുൻ എന്നതിൻ്റെ ജംഅ് ഏതാണ്? അസാക്കിറു എന്നാണ്. അസ്കറുൻ സേന, അസാക്കിറു സേനകൾ, ജയ്ഷുൻ സേന, ജുയൂഷുൻ സേനകൾ. അസ്കറുൻ സൈന്യം, അസാക്കിറു സൈന്യങ്ങൾ, ജയ്ഷുൻ സൈന്യം, ജുയൂഷുൻ സൈന്യങ്ങൾ. അസ്കറുൻ പട്ടാളം, അസാക്കിറു പട്ടാളങ്ങൾ, ജയ്ഷുൻ പട്ടാളം, ജുയൂഷുൻ പട്ടാളങ്ങൾ. അസ്കറുൻ പട, അസാക്കിറു പടകൾ, ജയ്ഷുൻ പട, ജുയൂഷുൻ പടകൾ. അസാക്കിറു ളാബിത്വത്തുൻ പോലീസ് സേനകൾ, അസാക്കിറു ളാബിത്വത്തുൻ കോൺസ്റ്റാബുലറി. അസ്കരിയുൻ സൈനികൻ, ജുന്തിയുൻ സൈനികൻ, അസ്കരിയുൻ ഭടൻ, ജുന്തിയുൻ ഭടൻ, അസ്കരിയുൻ പടയാളി, ജുന്തിയുൻ പടയാളി, അസ്കരിയുൻ പട്ടാളക്കാരൻ, ജുന്തിയുൻ പട്ടാളക്കാരൻ, അസ്കരിയുൻ മിലിട്ടറി, ഹർബിയുൻ മിലിട്ടറി, അസ്കരിയുൻ പട്ടാളത്തെ സംബന്ധിച്ച, ഹർബിയുൻ പട്ടാളത്തെ സംബന്ധിച്ച, അസ്കരിയുൻ സൈനിക, ഹർബിയുൻ സൈനിക. ഇങ്ങനെ അനേകം പ്രയോഗങ്ങൾ നിങ്ങൾ പഠിച്ചു വെക്കണം. ഈ പദസമ്പത്ത് അറബിയിൽ പ്രസംഗിക്കാനും സംസാരിക്കാനും എഴുതാനും പ്രയോജനപ്പെടുത്താം. അസ്കറ എന്ന ഫിഅലിന്റെ അർത്ഥം എന്താണ്? നേരത്തെ അസ്കറുൻ എന്ന ഇസ്മിന്റെ അർത്ഥങ്ങൾ പറഞ്ഞല്ലോ. അസ്കറ എന്ന ഫിഅലിന്റെ അർത്ഥങ്ങൾ: അസ്കറ സമ്മേളിച്ചു, അസ്കറ ഒരുമിച്ചുകൂടി, അസ്കറ പാളയമടിച്ചു, പാളയമടിച്ചു, അസ്കറ തമ്പടിച്ചു. ഇനി നിങ്ങൾ ചെയ്യേണ്ടത് തകസ്സറ എന്നതിൻ്റെ അർത്ഥങ്ങൾ ഓർമ്മിച്ചുകൊണ്ട് നിങ്ങൾ യതകസ്സറു, തകസ്സുറൻ, മുതകസ്സിറുൻ, തുകുസ്സിറ, യുതകസ്സറു, തകസ്സുറൻ, മുതകസ്സിറുൻ, തകസ്സർ, ലാ തതകസ്സർ എന്നിവക്ക് ഏതെല്ലാം അർത്ഥങ്ങൾ വരാൻ സാധ്യതയുണ്ട്? നേരത്തെ ഞാൻ പറഞ്ഞ അർത്ഥങ്ങൾക്കനുസരിച്ചുള്ള എല്ലാ അർത്ഥങ്ങളും വരുമോ? ഇതൊക്കെ നന്നായി ചിന്തിച്ച് കണ്ടെത്തുകയും എഴുതി വെക്കുകയും ചെയ്യണം. വരാൻ സാധ്യതയുള്ള അർത്ഥങ്ങളെല്ലാം എഴുതി വെക്കണം. സംശയങ്ങളുണ്ടെങ്കിൽ ചോദിക്കണം. അജ്നാസുസ്സുഗ്റായിലെ 6-ാം ബാബ് ഇൻഫഅല യൻഫഇലു ആണല്ലോ. ഇൻഫഅല വസ്നിലുള്ള ഫിഇലാണ് ഇൻഖതഅ എന്നത്. ഇൻഖതഅ എന്നതിൻ്റെ അർത്ഥങ്ങൾ
നന്നായി മനസ്സിലാക്കണം. ഇൻഖതഅ, അത് മുറിഞ്ഞുപോയി, അത് വേർപെട്ടു, അത് നിലച്ചു, അത് അറ്റുപോയി, അത് തോർന്നു, അത് മുറിഞ്ഞു, അത് വറ്റി, അത് ഇടക്കു വെച്ച് മുറിഞ്ഞു. ഇങ്ങനെ അനേകം അർത്ഥങ്ങൾ ഇൻഖതഅ എന്ന ഫിഅലിനുണ്ട്. ഇൻഖതഅ എന്ന ഫിഅലിന്റെ എല്ലാ അർത്ഥങ്ങളും ഓർമ്മിച്ചുകൊണ്ട് ആ അർത്ഥങ്ങൾക്കനുസരിച്ച് യൻഖതിഉ ഇൻഖിതാഅൻ മുൻഖതിഉൻ, ഉൻഖുതിഅ യുൻഖതഉ ഇൻഖിതാഅൻ മുൻഖതഉൻ, ഇൻഖതിഉ ലാ തൻഖതിഉ എന്നിവക്ക് ഏതെല്ലാം അർത്ഥങ്ങൾ വരാൻ സാധ്യതയുണ്ട് എന്ന് നിങ്ങൾ ചിന്തിച്ച് കണ്ടെത്തണം. വരാൻ സാധ്യതയുള്ള എല്ലാ അർത്ഥങ്ങളും നോട്ട്ബുക്കിൽ എഴുതി വെക്കണം. ഇനി നിങ്ങൾക്ക് ഹോംവർക്ക് തരാം. ആ ഹോംവർക്ക് നിങ്ങൾ ചെയ്യണം. ഇൻഖതഅ എന്ന ഫിഅലിനെ കുറിച്ച് സമഗ്ര പഠനം നടത്തുമ്പോൾ ഫഅല യഫ്അലു ഫഅലൻ വസ്നിലുള്ള ഖതഅ യഖതഉ ഖത്അൻ എന്നിവയുടെ എല്ലാ അർത്ഥങ്ങളും പഠിക്കണം. അവയുമായി ബന്ധപ്പെട്ട പ്രയോഗങ്ങൾ അന്വേഷിച്ച് പഠിക്കണം. അതുപോലെ ഫഅല യുഫഇലു തഫ്ഈലൻ വസ്നിലുള്ള ഖത്അ യുഖതിഉ തഖ്തിഅൻ എന്നിവയുടെ എല്ലാ അർത്ഥങ്ങളും അവയുമായി ബന്ധപ്പെട്ട പ്രയോഗങ്ങളും പഠിക്കണം. ഫഅല യുഫാഇലു മുഫാഅലത്തൻ വസ്നിലുള്ള ഖാതഅ യുഖാതിഉ മുഖാതഅതൻ എന്നിവയുടെ എല്ലാ അർത്ഥങ്ങളും അവയുമായി ബന്ധപ്പെട്ട പ്രയോഗങ്ങളും പഠിക്കണം. അഫ്അല യുഫ്ഇലു ഇഫ്ആലൻ വസ്നിലുള്ള അഖ്തഅ യുഖതിഉ ഇഖ്താഅൻ എന്നിവയുടെ എല്ലാ അർത്ഥങ്ങളും അവയുമായി ബന്ധപ്പെട്ട എല്ലാ പ്രയോഗങ്ങളും പഠിക്കണം. തഫഅല യതഫഅലു വസ്നിലുള്ള തഖത്തഅ യതഖത്തഉ എന്നിവയുടെ എല്ലാ അർത്ഥങ്ങളും അവയുമായി ബന്ധപ്പെട്ട പ്രയോഗങ്ങളും പഠിക്കണം. തഫഅല യതഫഅലു വസ്നിലുള്ള തഖാത്തഅ യതഖാത്തഉ എന്നിവയുടെ എല്ലാ അർത്ഥങ്ങളും അവയുമായി ബന്ധപ്പെട്ട എല്ലാ പ്രയോഗങ്ങളും പഠിക്കണം. അതുപോലെ ഇഖ്തതഅ, ഇസ്തഖ്തഅ എന്നിവയുടെ എല്ലാ അർത്ഥങ്ങളും അവയുമായി ബന്ധപ്പെട്ട പ്രയോഗങ്ങളും അവയുടെ വിവിധ രൂപങ്ങളും നന്നായി ചിന്തിച്ച് പഠിക്കണം. അവ അന്വേഷിച്ച് കണ്ടെത്തുകയും എഴുതി വെച്ച് പഠിക്കുകയും ചെയ്യണം. ഇങ്ങനെ അനേകം കാര്യങ്ങൾ ഫിഅലുകളെ കുറിച്ച് പഠിക്കാനുണ്ട്. അവ പഠിച്ചാൽ ഭാവിയിൽ അറബി ഭാഷ എളുപ്പമാകും. അല്ലാഹു തആല നന്നായി പഠിക്കാൻ തൗഫീഖ് നൽകട്ടെ. അല്ലാഹു തആല നമുക്ക് ഇഹലോകത്തും പരലോകത്തും വിജയം നൽകട്ടെ. അല്ലാഹു തആല നമ്മെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടി തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും.